കട്ട ഫാനാണല്ലോ വേടന്റെ. ഇതല്ലേ ഇത് വേടനുമല്ല നാടനുമല്ല കാടനുമല്ല. ഈ വേടനാന്ന് പറഞ്ഞാൽ എനിക്കൊരു വളലുമില്ല. ഇത് വേടനെ അനുകരിക്കൊന്നുമല്ല, വേടന്റെ അവരനുമല്ല. ഇന്ന് കണ്ടു നോക്ക്. ഹായ്, എന്താ പേരെന്തോ? എന്റെ പേര് അലി. നല്ലൊരു വേടൻ മാനസാന്ന് തോന്നുന്നില്ല. അതെ അതെ അതെ, വേടൻ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കവിയാണ്. ആളുടെ കവിതകൾ, ആളുടെ ചിന്തകൾ റാപ്പിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് അത്. ശരിയല്ലേ? അതെ അതെ. എവിടെ വീട്? എവിടെ വീട്? കാവാലം എന്ന് പറയും, ആലപ്പുഴ ജില്ലയാണ്. ഓ, കാവാലം. വേടന്റെ പാട്ടൊക്കെ പാടുവോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിഷ്ടമാണെന്നേ ഉള്ളൂ, എനിക്ക് പാടാനൊന്നും അറിയില്ല. നല്ലൊരു രണ്ടുപേരും. ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരെറിയാനൊരു 100 പൂക്കളിൻ. കൊള്ളാം. ഈ പാടാനൊന്നും അറിയില്ല. വേടന്റെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടോ? ആ പരിപാടിയൊക്കെ ഒരുപാട്. നമ്മുടെ ഇവിടെ കിളിമാനൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ വന്നായിരുന്നു. കിളിമാനൊരു വന്നായിരുന്നു, പക്ഷെ ഒരുപാട് ദൂരെ തന്നെ കാണാൻ പറ്റും. ആളും സ്റ്റേജിലോട്ടൊന്നും അങ്ങനെ വന്നില്ല. നേരിട്ട് കണ്ടു, അത്ര. നേരിട്ട് വേടനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ ഒരുപാട് ആഗ്രഹമുണ്ട്. അതായപ്പോ ആർക്കും ആഗ്രഹമില്ലാത്ത. ഫാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസ് ആണ്, അതുകൊണ്ട് എനിക്ക് ആൾക്ക് വേണ്ടി എന്താണ്? ഇവിടെ കടക്കില് ഒരു ബ്യൂട്ടി പാർലറാണ്, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മൈ ഹെയർ സിഗ്നേച്ചർ, അത് നമ്മുടെ HDFC ബാങ്കിന്റെ തൊട്ട് മുകളിലായിട്ട്. അതെ അതെ, അവിടെ വർക്ക് ചെയ്യാൻ. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഫാനെന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി തല്ലുണ്ടാക്കും, അങ്ങനൊന്നുമില്ല. ആളുടെ വരികൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള വരികളാണ്. ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് വേടൻ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ആശയം കൊടുക്കുക അല്ലേ? അതെ അതെ അതെ, ജനങ്ങൾ നല്ല സന്ദേശം എത്തിക്കുക. അതെ. എപ്പോഴും ഇങ്ങനെ തന്നെ ഡ്രസ്സെല്ലാം ഇത് തന്നെയാണോ അതോ? അല്ല, ഇത് നമ്മുടെ യൂണിഫോം കോഡാണ്. പിന്നെ ഡ്രസ്സിങ് നോർമൽ, കാഷ്വൽ, ഫോർമൽ എല്ലാം ഉപയോഗിക്കും. പിന്നെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ട്രെൻഡ് വരുമ്പോൾ അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ്. എപ്പോഴും ഒരേ സ്റ്റൈലിൽ ഞാൻ നടക്കാറില്ല. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.